ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച തൃശൂർ മടക്കത്തറ പഞ്ചായത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. പന്നികളെ കൊന്നൊടുക്കാൻ RRT സംഘത്തെ നിയോഗിച്ചു. 10 കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണം ശക്തമാക്കും. ഈ പന്നികളെ ദയാവിധത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് 2 RRT റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം 50 പേരടങ്ങുന്ന ടീമാണ്. അതിൽ ആദ്യത്തെ ടീമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഏകദേശം 310 പന്നികളാണ് ഈ ഫാമിലുള്ളത്. വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മൾ ഇത് പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ ടീമിനെ നാളെ നമ്മൾ ഇറക്കുന്നതായിരിക്കും. നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെ മുഴുവൻ കൊന്നൊടുക്കണമെന്നാണ് നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാനിൽ പ്രകാരം നമുക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ നമുക്ക് ഭാഗ്യവശാൽ ഇവിടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ആകെ ഈ പന്നി ഫാം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സർവൈലൻസ് സോണായി പ്രഖ്യാപിച്ചിട്ട് അവിടെയുള്ള പന്നികളെല്ലാം നിരീക്ഷണത്തിലായിരിക്കും. അവിടെ പന്നികളുടെ മൂവ്മെൻറ്റും ഇവിടുന്ന് പുറത്തോട്ടും അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. സൂരജ് ഇതുവരെ കേൾക്കാത്ത ടൈപ്പ് പനികളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ദിനേന എന്നോണം. അപ്പോൾ ഇതിൻ്റെ ഈ പന്നികളെ കൊന്നൊടുക്കാനുള്ള പ്രൊസീജിയർ എങ്ങനെയാണ്, എപ്പോഴാണ് തുടങ്ങുക? ഹഷ്മി, തൃശ്ശൂരിൽ ഈ ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ഈ പടർന്നു പിടിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ആശങ്കയായി പന്നിപ്പനി കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പന്നികളെ കൊന്നൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അത് ആരംഭിച്ചു കഴിഞ്ഞു. 2 RRT സംഘങ്ങളെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. 310 പന്നികളെ വളർത്തുന്ന ഒരു ഫാമിലാണ് ഇപ്പോൾ നിലവിൽ ഈ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് പന്നി ഫാമുകളുടെ അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തിയെങ്കിലും അവിടെ ഒന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ ഇവിടെ ഇത് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഈ പന്നികളെ കൊന്നൊടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. 2 RRT സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആദ്യ സംഘമാണ് ഇന്ന് ഈ പന്നികളെ കൊല്ലുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. വൈകുന്നേരത്തോടു കൂടി തന്നെ ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് സംഘം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ നടപടികൾ പൂർത്തിയാകാത്ത പശ്ചാത്തലത്തിൽ നാളെയും ഈ പന്നികളെ കൊന്നൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും എന്നറിയിക്കുന്നു. എന്തായാലും 10 കിലോമീറ്റർ ചുറ്റളവിൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് പന്നികളെ കൊണ്ടുവരുന്നതിനും ഇവിടെ നിന്ന് പന്നികളെ കൊണ്ടുപോകുന്നതിനും എല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൂരജ് 310 പന്നികളെയാണ് കൊല്ലേണ്ടത്. എന്തായാലും 1 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് പന്നി ഫാമുകളില്ല എന്നുള്ളതും നഷ്ടത്തിൻ്റെ തോത് കുറയ്ക്കുന്നുണ്ട്.